എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ ട്രെയിലർ റിയാക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജിത്. അപ്പോൾ തമിഴിലൂടെ ഏത് ട്രെയിലറാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് മനസ്സിലായി. അതെ, മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഈ വർഷത്തെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന പടമാണ്. ആദ്യത്തെ പടം നമ്മുടെ വാലിബനായിരുന്നു, അത് ഒരു വഴിക്കായി. അതിനുശേഷം വരുന്നത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ആണ്. മഞ്ഞുമൽ ബോയ്സിൽ പ്രതീക്ഷകൾ ഒരുപാടാണ്. ഒന്നാമത്തത് അതിൻ്റെ ഡയറക്ടർ തന്നെയാണ് ചിദംബരം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ജാനമൻ സിനിമ അത്രയും അധികം എൻജോയ് ചെയ്തിരുന്ന് കണ്ട ഒരു പടമാണ്. ഗംഭീരം എന്ന് പറഞ്ഞാൽ പോലെ അതിഗംഭീര പടമായിരുന്നു. അത്രയും ചിരിച്ച് എൻജോയ് ചെയ്തിരുന്ന് കണ്ട പടമാണ്. പിന്നെ ഉള്ളത് അതിന്റെ മ്യൂസിക്, സുഷിൻ ശ്യാമാണ്. സുഷിന്റെ ഒരു ഇന്റർവ്യൂവിൽ സുഷിൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് വെറൈറ്റി BGM അല്ലെങ്കിൽ സ്കോറിംഗ് ഒക്കെ ആയിരിക്കും ഈ ഒരു സിനിമയിൽ ഉണ്ടാവുന്നത്. അതിന് വേണ്ടിയിട്ട് എന്തോ ഒരു ഇൻസ്ട്രുമെന്റ് പുള്ളി കണ്ടുപിടിച്ച് എന്നൊക്കെ പുള്ളി പറയണ്ടായിരുന്നു. അതൊക്കെ എത്രത്തോളം ഉണ്ടാവും എന്ന് നമുക്കൊന്ന് കാണാം. ഈ ട്രെയിലറിൽ എന്തായാലും അതിന്റെ ഒരു എസൻസ് ഉണ്ടാവും ഉറപ്പായിട്ടും. പിന്നെ ഉള്ളത് നമ്മുടെ ഷൈജു ഖാലിദിന്റെ സിനിമാറ്റോഗ്രാഫി ആയിരിക്കും. അതൊന്നും വെറുതെ നമ്മളിങ്ങനെ ഒന്ന് പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. എനിവേ, എന്തായാലും ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് വലിയ വാചകടി ഇല്ലാതെ ട്രെയിലർ കാണാം. அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா? சாத்தானின் அடுக்கல். മഞ്ഞുമല്ല ടീംസാ. എടാ നമ്മൾ ടൂർ ഫിക്സ് ആക്കണം. കൊടൈക്കനാലാണ്. അതെയും താണ്ടി പുരിതമാനത്. സുഷിൻ ശ്യാം നീ നിனைக்கிற மாதிரி இடம் இல்லப்பா இது. ஆமா, எந்த குழி? குணாக்கேவில. இது குணாக்கேவா? நீங்களே கூட்டு வந்து மர்டர் செஞ்சுட்டு ஒன்றும் தெரியாத மாதிரி போலீஸ் ஸ்டேஷன்ல வந்து கல்யாணம் கொடுக்குறீங்களா? ஒரு சென்ட்ரல் மினிஸ்டராலே ஒன்றும் பண்ண முடியல. உங்களால் என்ன தம்பி பண்ண முடியும்? ചാനലോ ദൈവം എന്നൊക്കെ പറഞ്ഞ ഈ മോളിനെ തന്നെ മേടിച്ചു. അവനിവിടെ പറഞ്ഞിട്ട് വേണം നിങ്ങൾ പറഞ്ഞു. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. കമ്മിങ് സൂൺ ഇൻ തിയേറ്റേഴ്സ്. എൻ്റെ മോനെ കില്ലർ ഐറ്റം എന്ന് വെച്ചാൽ ഇതാണ് ട്രെയിലർ. എന്താ ഇതിനെ കുറിച്ചിട്ട് പറയണ്ടേ? നമുക്കൊരു ട്രെയിലർ ടീസർ പോലെയുള്ള സാധനങ്ങളുടെ ഏറ്റവും വലിയ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാണുന്ന ഓരോ പ്രേക്ഷകരെയും വീട്ടിലിരുത്തരുത്. എങ്ങനെയെങ്കിലും ആദ്യത്തെ ദിവസം ആദ്യത്തെ FDFS തന്നെ പോയി കാണണം എന്നുള്ളൊരു തോന്നൽ ഉള്ളുണ്ടാക്കണം. അതാണ് ഈ ട്രെയിലറിൻ്റെയും ടീസറിൻ്റെയൊക്കെ കർത്തവ്യം എന്ന് പറയുന്നത്. അത് 100% നിർവഹിച്ചിട്ടുണ്ട് ഈ ഒരു 2 മിനിറ്റ് 42 സെക്കൻഡുള്ള ഈ ഒരു ഐറ്റം. ഗംഭീരം എന്ന് പറഞ്ഞപ്പോൾ ഒരു അതിഗംഭീര സാധനമാണ്. നിങ്ങൾ ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ടാവുമെന്നറിയാം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഈ സിനിമയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്. അമ്മാതിരി BGM ഒക്കെയാണ്. ഇതിലെ സ്കോറിംഗ് ഒക്കെ കില്ലർ സ്കോറിംഗ് ആണ് ചെയ്തു വെച്ചേക്കണേ സുഷിൻ. ഇതെനിക്കൊന്ന് ഇനി ഇരുന്ന് എൻ്റെ TV-യിലൊന്ന് ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ടൊന്നിരുന്ന് കേൾക്കണം. അപ്പോഴേ ഇതിൻ്റെ ഒരു ഫുൾ ഇതറിയാൻ പറ്റുള്ളൂ. TV കാണുന്നവിടെ എനിക്ക് ട്രെയിലർ റിയാക്ഷൻ ചെയ്യാനുള്ള ഒരു സംഭവങ്ങളില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ചെയ്യുന്നത്. എനിവേ, ഈ മാസം ഫെബ്രുവരി എന്തായാലും മഞ്ഞുമൽ ബോയ്സ് തൂക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നാളെ ഇനിയിപ്പോൾ
നമ്മുടെ 2-3 സിനിമകൾ റിലീസുണ്ട്. ഒന്ന് പ്രേമലു റിലീസാണ്, അന്വേഷിപ്പിൻ കണ്ടെത്തും റിലീസാണ്, പിന്നെ ഏതൊരു നമ്മുടെ രജനീകാന്തിൻ്റെ ലാൽ സലാം അതും റിലീസാണ്. അപ്പോൾ നാളെ 3 പടങ്ങൾ കാണാനുണ്ട്. എനിവേ ആ സിനിമകളെക്കാളും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ മഞ്ഞുമൽ ബോയ്സ് റിലീസാവാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനായിട്ട്. എനിവേ നിങ്ങളും എന്നെപ്പോലെ തന്നെ വെയിറ്റിംഗ് ആണെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി സിനിമ കണ്ടിട്ട് ഒന്ന് സംസാരിക്കാം. താങ്ക് യു സോ മച്ച്.